എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന PSC പരീക്ഷയ്ക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ച ഇന്ത്യയുടെ GSAT-N2 GSAT-20 എന്നും അറിയപ്പെടുന്ന GSAT-N2 ഏത് തരം ഉപഗ്രഹമാണ്? കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ച ഇന്ത്യയുടെ GSAT-N2 അഥവാ GSAT-20 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ഏത് രാജ്യത്തെ സൈന്യത്തിൻ്റെ ഓണററി ജനറൽ പദവിയാണ് ലഭിച്ചത്? നേപ്പാൾ. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് നേപ്പാൾ സൈന്യത്തിൻ്റെ ഓണററി ജനറൽ പദവിയാണ് ലഭിച്ചത്. രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം നിലവിൽ വരുന്നത്? കണ്ണൂരിൽ കെൽട്രോൺ. കണ്ണൂരിലെ കെൽട്രോണിലാണ് രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം നിലവിൽ വരുന്നത്. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം? കേരളം. കേരളമാണ് അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള മഹിളാ സംവാദ് പരിപാടി ആരംഭിച്ച സംസ്ഥാനം? ബീഹാർ. ബീഹാറാണ് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള മഹിളാ സംവാദ് പരിപാടി ആരംഭിച്ച സംസ്ഥാനം. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയത്? തൃശ്ശൂർ. തൃശ്ശൂരാണ് ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയത്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായി തിരഞ്ഞെടുത്തത്? മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് എന്ന വാക്കാണ് കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായി തിരഞ്ഞെടുത്തത്. മുനമ്പത്ത് പ്രശ്നങ്ങൾ വിശദമായി പഠിക്കാൻ നിയമിതനായ കമ്മീഷൻ ചെയർമാൻ? CN രാമചന്ദ്രൻ നായർ. CN രാമചന്ദ്രൻ നായരാണ് മുനമ്പത്ത് പ്രശ്നങ്ങൾ വിശദമായി പഠിക്കാൻ നിയമിതനായ കമ്മീഷൻ ചെയർമാൻ. ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡോക്ടർ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകി ആദരിച്ചത്? USA ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡോക്ടർ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകി ആദരിച്ചത്. തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് നാട്ടിൽ ജോലി ഉറപ്പാക്കുന്ന നോർക്ക നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് അഫയേഴ്സിൻ്റെ പദ്ധതി? നെയിം. നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ്. നെയിം എന്ന പദ്ധതിയാണ് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് നാട്ടിൽ ജോലി ഉറപ്പാക്കുന്ന നോർക്ക പദ്ധതി. ത്രീ ഡി ബയോ പ്രിൻറ്റിങ്ങിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ച സ്ഥാപനം? തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ട്. തിരുവനന്തപുരം ശ്രീ ചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ടാണ് 3D ബയോ പ്രിൻറ്റിങ്ങിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ചത്. 2024 കാലാവസ്ഥാ പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? 10ാം സ്ഥാനം. 2024 കാലാവസ്ഥാ പ്രകടന സൂചികയിൽ ഇന്ത്യക്ക് 10ാം സ്ഥാനമാണ്. പ്രായപൂർത്തിയാകാത്ത ഭാര്യയുമായുള്ള ഉഭയസമ്മതത്തോടുള്ള ലൈംഗിക ബന്ധം മാനഭംഗത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി? ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതിയാണ് പ്രായപൂർത്തിയാകാത്ത ഭാര്യയുമായുള്ള ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം മാനഭംഗത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി. പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക്. തെലങ്കാന ഉറുദു അക്കാദമിയുടെ സയ്യിദ് ഷഹീദി പുരസ്കാരത്തിന് അർഹയായ മലയാളി? എലിസബത്ത് കുര്യൻ. എലിസബത്ത് കുര്യൻ്റെ തൂലികാനാമം മോന എന്നതാണ്.
എലിസബത്ത് കുര്യനാണ് തെലങ്കാന ഉറുദു അക്കാദമിയുടെ സയ്യിദ് ഷഹീദി പുരസ്കാരത്തിന് അർഹയായ മലയാളി. ഒരു വർഷത്തിൽ 3 രാജ്യാന്തര T20 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി മാറിയത് സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് ഒരു വർഷത്തിൽ 3 രാജ്യാന്തര T20 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി മാറിയത്. 2024 കേസരി നായനാർ പുരസ്കാരം നേടിയത് നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷയാണ് 2024 കേസരി നായനാർ പുരസ്കാരം നേടിയത്. ഇന്ത്യയിൽ നിന്നുള്ള യുവാക്കളെ രാജ്യത്ത് ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിനായി ഓസ്ട്രേലിയ അവതരിപ്പിച്ച പുതിയ പദ്ധതി മേറ്റ്സ്, മൊബിലിറ്റി അറേഞ്ച്മെൻറ്റ് ഫോർ ടാലൻറ്റഡ് ഏർലി പ്രൊഫഷണൽസ് സ്കീം. മേറ്റ്സ് എന്ന പദ്ധതിയാണ് ഇന്ത്യയിൽ നിന്നുള്ള യുവാക്കളെ രാജ്യത്ത് ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിനായി ഓസ്ട്രേലിയ അവതരിപ്പിച്ച പുതിയ പദ്ധതി. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ഏകീകൃത കോംപ്ലക്സ് റേഡിയോ ആൻറ്റിന സംവിധാനമായ യൂണിക്കോൺ നൽകാൻ സമ്മതിച്ച രാജ്യം ജപ്പാൻ. ജപ്പാനാണ് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ഏകീകൃത കോംപ്ലക്സ് റേഡിയോ ആൻറ്റിന സംവിധാനം യൂണിക്കോൺ നൽകാൻ സമ്മതിച്ച രാജ്യം. ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടി 2024 നടന്നത് ലിമ, പെറുവിലെ ലിമയിലായിരുന്നു ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടി 2024 നടന്നത്. സഞ്ചരിക്കുന്ന വിമാനത്തിനുള്ളിലും ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയുടെ നൂതന ഉപഗ്രഹം GSAT-N2 അഥവാ GSAT-20. GSAT-N2, GSAT-20 എന്നും അറിയപ്പെടുന്ന GSAT-N2 ആണ് സഞ്ചരിക്കുന്ന വിമാനത്തിനുള്ളിലും ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയുടെ നൂതന ഉപഗ്രഹം. 2024 മിസ് യൂണിവേഴ്സ് പട്ടം നേടിയത് വിക്ടോറിയ കെജർ. വിക്ടോറിയ കെജറാണ് 2024 മിസ് യൂണിവേഴ്സ് പട്ടം നേടിയത്. ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ. ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2024 G20 ഉച്ചകോടിയുടെ വേദി. G20 2024 ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. ബ്രസീലാണ് G20 2024 ഉച്ചകോടിയുടെ വേദി. ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ LRLACM വികസിപ്പിച്ചെടുത്ത സംഘടന DRDO. DRDOയാണ് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ LRLACM വികസിപ്പിച്ചെടുത്ത സംഘടന. 2023 ഏറ്റവുമധികം ഹരിതഗൃഹവാതകം പുറന്തള്ളിയ രാജ്യം ചൈന. ചൈനയാണ് 2023 ഏറ്റവുമധികം ഹരിതഗൃഹവാതകം പുറന്തള്ളിയ രാജ്യം. ഇന്ത്യയിലാദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം സോനിപത്ത്. ഹരിയാനയിലെ സോനിപത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വാട്ടർ പ്ലസ് നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനാണ് വാട്ടർ പ്ലസ് നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ. 2024 ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടന്ന ശാസ്ത്രോത്സവത്തിൽ ജേതാക്കളായത് മലപ്പുറം. മലപ്പുറമാണ് 2024 ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടന്ന ശാസ്ത്രോത്സവത്തിൽ ജേതാക്കളായത്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഡൽഹി. ഡൽഹിയാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം. കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 3ാം സ്ഥാനം. കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിന് 3ാം സ്ഥാനമാണ്. 2025 നടക്കുന്ന 37ാമത് ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂർ. തൃശ്ശൂരാണ് 2025 നടക്കുന്ന 37ാമത്
ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തി. സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 2026 വരെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ISAയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് 2026 വരെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. WTT ഫീഡർ കാരക്കാസ് 2024 പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം ഹർമീത് ദേശായി. ഹർമീത് ദേശായിയാണ് WTT ഫീഡർ കാരക്കാസ് 2024 പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം. 2024 ബാലാമണി അമ്മ പുരസ്കാരം നേടിയത് ചാത്തനാത്ത് അച്യുതനുണ്ണി. ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ് 2024 ബാലാമണി അമ്മ പുരസ്കാരം നേടിയത്. 2024 നവംബറിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് 2024 നവംബറിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ. ജപ്പാനാണ് ലോകത്തെ ആദ്യത്തെ തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ചുമതലയേറ്റത് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ചുമതലയേറ്റത്. ഭൗമശാസ്ത്ര മന്ത്രാലയം പുറത്തിറക്കിയ മഴ നിയന്ത്രണം സാധ്യമാക്കുന്നതും കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിനും ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതി മിഷൻ മോസം. മിഷൻ മോസം പദ്ധതിയാണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം പുറത്തിറക്കിയ മഴ നിയന്ത്രണം സാധ്യമാക്കുന്നതിനും കൃത്രിമ മഴ പെയ്യിക്കുന്നതിനും ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിടുന്ന ദേശീയ MSME ക്ലസ്റ്റർ ഔട്ട്റീച്ച് പ്രോഗ്രാം ആരംഭിച്ച മന്ത്രാലയം ധനമന്ത്രാലയം. ധനമന്ത്രാലയമാണ് ഇന്ത്യയിലുടനീളമുള്ള സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിടുന്ന ദേശീയ MSME ക്ലസ്റ്റർ ഔട്ട്റീച്ച് പ്രോഗ്രാം ആരംഭിച്ച മന്ത്രാലയം. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്തത് 2026. 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്തത്. 2024 ബുക്കർ സമ്മാനത്തിന് അർഹയായത് 2024 ബുക്കർ സമ്മാനത്തിന് അർഹയായത് സമാന്ത ഹാർവി. സമാന്ത ഹാർവിയുടെ നോവലായ ഓർബിറ്റലിനാണ് ഈ പുരസ്കാരം. സമാന്ത ഹാർവിക്കാണ് 2024 ബുക്കർ സമ്മാനം ലഭിച്ചത്. രാജ്യത്ത് സീപ്ലെയിൻ സർവീസുകൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഉഡാൻ. ഉഡാൻ പദ്ധതിയാണ് രാജ്യത്ത് സീപ്ലെയിൻ സർവീസുകൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡിന് അർഹനായത് സച്ചിൻ ബേബി. സച്ചിൻ ബേബിയാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡിന് അർഹനായത്. ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നത് ബെക്താഷി. ബെക്താഷിയാണ് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2024 IV ദാസ് പുരസ്കാരത്തിന് അർഹയായത് ലീലാവതി. ലീലാവതിയാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2024 IV ദാസ് പുരസ്കാരത്തിന് അർഹയായത്. പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള ഇന്ത്യൻ GPS സംവിധാനം നാവിക്. നാവിക്കാണ്
പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള ഇന്ത്യയുടെ GPS സംവിധാനം. കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസുമായി സഹകരിച്ച് എവിടെയാണ് ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത്? കൊട്ടാരക്കര. കൊട്ടാരക്കരയിലാണ് കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസുമായി സഹകരിച്ച് ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പുതിയ ചെയർമാനായി നിയമിതനായത് അരവിന്ദർ സിംഗ് സാഹ്നി. അരവിന്ദർ സിംഗ് സാഹ്നിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.